കന്റോൺമെന്റ് ഹൗസിൽ ഇത്രയും കാലം ചെയ്തതിന് പടി പറ്റാൻ പോയ ഷാജൻ സ്കറിയയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നിട്ടുണ്ട്. നാട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അധികാരം കിട്ടിയതിന് ശേഷമുള്ള പദവികൾക്ക് വേണ്ടി കടിപിടി നടക്കുന്നു എന്നതിന്റെ തെളിവ് ഷാജൻ മറുതയുടെ ആ പോസ്റ്റിൽ തന്നെ ഉണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ താമസിച്ചിരുന്ന ഇടമാണ് കന്റോൺമെന്റ് ഹൗസ്. ഇതുവരെ ആ കന്റോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും അധികാരങ്ങൾക്ക് വേണ്ടി അവതാരങ്ങൾ കയറി നിരങ്ങുന്നു. അങ്ങനെയാണ് ഷാജൻ അവതാരം താൻ ഇത്രയും കാലം ചെയ്തതിന് കൂലി വേണമല്ലോ, അതിനെന്ത് ഒപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞ് ചെന്നപ്പോഴാണ് ഷാജൻ മറുതയെ വെട്ടിക്കഴിഞ്ഞിട്ട് നാട്ടിലുള്ള സകല മഞ്ഞ ഓൺലൈനും പ്രമുഖ മാപ്രകളെല്ലാം അവിടെ ഓരോന്നിന് ക്യൂ നിൽക്കുന്നത് കണ്ട് മാനസികമായി അസ്വസ്ഥപ്പെട്ട ഷാജൻ നേരെ വീട്ടിൽ പോയിരുന്ന് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പായിട്ട് വേണം അതിനെ കാണാൻ. അതിലെ പ്രതികരണം എന്തേ നോക്കിയേ. പുതിയ സർക്കാർ വന്നതോടെ പേഴ്സണൽ സ്റ്റാഫിൽ PRO ആവാനും പ്രസ് അക്കാദമി പോലെയുള്ള സ്ഥാപനങ്ങളിൽ കയറിപ്പറ്റാനും മാധ്യമ പ്രവർത്തകരുടെ ഇടിയാണ്. കന്റോൺമെന്റ് ഹൗസിൽ ഇത്തരക്കാരെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ എന്നാണ് അവിടം സന്ദർശിച്ച ചിലർ പറഞ്ഞത്. അതൊരു ബുദ്ധിപരമായ എഴുത്താണ്. അവിടെ സന്ദർശിച്ച ചിലരല്ല, ഞാൻ തന്നെ പോയപ്പോൾ എനിക്ക് മുട്ടി നടക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ തന്നെ വന്ന് എൻ്റെ അനുഭവം എഴുതിയതിനു ശേഷം അവിടെ പോയി എന്നുള്ള നാണക്കേട് വരണ്ട എന്നാണ് കറിയാച്ചന്റെ ഉദ്ദേശം. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: ദയവായി ഒരു അപേക്ഷയുണ്ട്. കഴിഞ്ഞ 5 വർഷം പിണറായിക്കെതിരെ ഒരക്ഷരം ഉരിയാടാൻ ധൈര്യമില്ലാതിരുന്നവർ അപ്പൂപ്പന്റെ കാലത്തെ കോൺഗ്രസ് ബന്ധം പറഞ്ഞെത്തുമ്പോൾ ആട്ടി ഓടിക്കണം. ആർക്കാണ് നിർദ്ദേശം? സതീശന് നിർദ്ദേശം കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും തുടരുന്നു: റോയ് മാത്യു മീഡിയ സെക്രട്ടറി ആയപ്പോൾ ചിലർ ഇതാണോ നിഷ്പക്ഷ നിരീക്ഷകൻ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. പിണറായിയെ കഴിഞ്ഞ 5 വർഷം വിമർശിച്ചത് എന്ന് തന്നെ ആവണം പ്രധാന യോഗ്യത. അത് അച്ചായനുണ്ട്, ഉന്നതമായ ജേർണലിസ്റ്റ് എക്സ്പീരിയൻസും. അതെ, ഉന്നതം എന്ന് പറഞ്ഞാൽ ഒന്ന് അച്ചായൻ, കറിയാച്ചനെ പോലെ തന്നെ ക്രിസ്ത്യാനിയായ അച്ചായനാണ് ഒരു സ്നേഹത്തിന് കാരണം. രണ്ടാമത്തേത് ഉന്നത ജേർണലിസ്റ്റ് ബിരുദം എന്ന് പറഞ്ഞാൽ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടും വിടുവായത്തരം അടിക്കാൻ ഒരു എല്ലില്ലാത്ത നാവുമുള്ളത് കൊണ്ട് അതിനെ ഉന്നത ജേർണലിസ്റ്റിക് ആയിട്ടാണ് കറിയാച്ചൻ കാണുന്നത്. അതിനോടൊപ്പം തന്നെ പിണറായി 5 വർഷം പുലഭ്യം പറഞ്ഞു, അത് തന്നെയാകണ യോഗ്യത. മനസ്സിലായല്ലോ കാര്യം. അതും പോരാഞ്ഞിട്ട് മറുനാടൻ ഓൺലൈൻ മഞ്ഞയുടെ എഡിറ്ററായി കുറച്ചു കാലം പ്രവർത്തിച്ചു എന്നുള്ളതും റോയ് മാത്യുവിന്റെ ഒരു യോഗ്യതയായിട്ട് ഷാജൻ കരുതുന്നു. ആ അച്ചായ സ്നേഹം കൊണ്ട് അദ്ദേഹം ഏറ്റവും ഒടുവിൽ എഴുതുന്നുണ്ട്: NB യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഭീകര സർക്കാരിനെതിരെ പ്രവർത്തിച്ച ഞാൻ പകരമൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണ് ഇത് എഴുതിയത്. അല്ലെങ്കിൽ എനിക്കെന്തോ മോഹമുണ്ടെന്ന് ചിലർ തെറ്റിദ്ധരിക്കും. ഓഹോ, എന്തൊരു നിഷ്കളങ്കൻ, ഒന്നും വാങ്ങാത്ത മഹാൻ. ഈ നാട്ടിൽ പണം എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കമിഴ്ന്ന് വീഴുന്ന വ്യക്തി. പോരാത്തതിന് രാഷ്ട്രീയ ഏജന്റ്, ഇടനിലക്കാരനായിട്ട് BJP-ക്കാർക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ പണം കൊണ്ട് വളർന്ന് എവിടെയാണ് വാർത്താ കച്ചവടം നടത്തി പണമുണ്ടാക്കേണ്ടത്. ഇതിന്റെയൊക്കെ PhD എടുത്ത അപ്പോസ്തലന്റെ ഇമാതിരി എഴുത്തുകളെയൊക്കെ ഒരു തരം കരച്ചിലായിട്ട് മാത്രമേ നാട്ടുകാർക്ക് കാണാൻ പറ്റൂ. പലതും പറഞ്ഞുറപ്പിച്ചിരുന്നു. ഇപ്പോ സതീശനെ വിളിച്ചാൽ കിട്ടാൻ പോലും ഇല്ല. അങ്ങനെയാണ് നേരെ കന്റോൺമെന്റ് ഹൗസിൽ പോയി കണ്ടുകളയാമെന്ന നിലയ്ക്ക് ചെന്ന് കയറിയത്. അപ്പോഴോ കേരളത്തിലെ മുഴുവൻ മാപ്രകളും അവിടെ പദവികൾക്ക് വേണ്ടി കടിപിടി കൂടുന്നു. നിരാശനായ കറിയാച്ചൻ ഉടനടി ഫേസ്ബുക്കിലെടുത്ത് ഈ എഴുത്തെഴുതുമ്പോൾ നാട്ടുകാർ അങ്ങ് വിശ്വസിക്കുന്നു കറിയാച്ചൻ എന്ന സത്യസന്ധനായിട്ടുള്ള ആൾ ഇതെല്ലാം കേട്ടറിഞ്ഞ് എഴുതിയതാണത്രേ. പോയി പണി നോക്കണോ ഊവേ എന്ന് ഈ പോസ്റ്റ് വായിച്ചിട്ട് നാട്ടുകാർ തന്നോട് പറയുമെന്ന് മാത്രമാണ് അതിനുള്ള മറുപടി.